Next question. Ratio of mechanical advantage to velocity ratio is option A work done, option B efficiency, option C output, option D input. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഫൾക്രം ഉണ്ട്. ഫൾക്രത്തിൽ ഒരു രണ്ട് ഭാഗത്തായിട്ട് ഒരു ലോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ലോഡിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു എഫോർട്ട് ഈ മറുഭാഗത്ത് താഴെ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യണം. സോ ലോഡ് ഉണ്ട്, എഫോർട്ട് ഉണ്ട്. ലോഡ് ഫൾക്രത്തിൽ നിന്ന് DL ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതേപോലെ എഫോർട്ട് എന്ന് പറയുന്നത് ഫൾക്രത്തിൽ നിന്ന് DE ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലോഡ് ബൈ എഫോർട്ട് ആണ്. ഇനി വെലോസിറ്റി റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് DL by DE. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതിനുത്തരം that is efficiency, that is option B. Next question. Load by effort is option A work, option B power, option C velocity ratio, option D mechanical advantage. തൊട്ടു മുന്നേ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെ ഉത്തരം ഉണ്ടായിരുന്നു. സോ നമുക്കറിയാം ഉത്തരം എന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To measure temperature at 350 degrees Celsius or above, dash instrument is used. Option A thermometer, option B pyrometer, option C thermopile, option D barometer. So temperature measure ചെയ്യാൻ 350 degrees Celsius above temperature measure ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് pyrometer. Area of an equilateral triangle is option A √3a square by 4, option B 4a square by √3, option C a square by 4 √3, option D 4 √3 by a square. So നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതേപോലെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് 60 ഡിഗ്രി ആണ് ആംഗിൾസ് വരിക. So area of an equilateral triangle എന്ന് പറയുന്നത് is equal to √3a square by 4. A എന്ന് പറയുന്നത് side of length of one side. Next question. A solid bound by one surface in such a way that each point are equidistant from the center circle നമുക്ക് അവോയ്ഡ് ചെയ്യാം. സർക്കിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സർഫസ് ആണ്, ഓപ്ഷൻ 2 ഡൈമെൻഷണൽ ആണ്, ഓപ്ഷൻ ഡി ബാക്കിയുള്ളതാണ് സിലിണ്ടർ, സ്ഫിയർ, കോൺ. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഒരൊറ്റ ഇക്വേഷൻ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഇസ് സ്ഫിയർ. സ്ഫിയറിലെ ഒരു സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും അവയെല്ലാം സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. സോ ഓപ്ഷൻ സി സ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടേക്ക് ദ ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻ എ വെലോസിറ്റി, ഓപ്ഷൻ ബി ആക്സിലറേഷൻ, ഓപ്ഷൻ സി സ്പീഡ്, ഓപ്ഷൻ ഡി ഫോഴ്സ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും ഡയറക്ഷനും ഉണ്ടാകും. ഇനി ആക്സിലറേഷൻ എടുത്തു കഴിഞ്ഞാലും അതും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, മറിച്ച് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല. ഓപ്ഷൻ ഡി എടുത്ത് നോക്കിയാൽ ദാറ്റ് ഇസ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നതും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. സോ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്പീഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്വയർ റൂട്ട് ഓഫ് 0.9. ഓപ്ഷൻ എ 0.03, ഓപ്ഷൻ ബി 0.3, ഓപ്ഷൻ സി 0.81, ഓപ്ഷൻ ഡി 0.95. സോ 0.3യുടെ റൂട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0.9ന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ മിക്കവാറും പേര് 3ൽ കൊണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും, പക്ഷെ അത് തെറ്റാണ്. സോ 0.9ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.95 ആണ്. സോ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇറിഗേഷൻ? ഓപ്ഷൻ എ ഓപ്പൺ ഇറിഗേഷൻ, ഓപ്ഷൻ ബി ഫെറോ ഇറിഗേഷൻ, ഓപ്ഷൻ സി ലിഫ്റ്റ് ഇറിഗേഷൻ, ഓപ്ഷൻ ഡി ഫ്ലോ ഇറിഗേഷൻ.
പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഒരു ഇറിഗേഷൻ മെത്തേഡേ അല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇറിഗേഷൻ ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ഉത്തരവും ഓപ്ഷൻ എ ഓപ്പൺ ഇറിഗേഷൻ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ എല്ലാം നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഫെറോ ഇറിഗേഷൻ. ഫെറോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡിലേക്ക് ഒരു ലോങ് ആൻഡ് നാരോ ചാനൽസ് വഴി വെള്ളം സപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫെറോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ആ ലോങ് ആൻഡ് നാരോ ചാനൽസിനെ വിളിക്കുന്ന പേരാണ് ഫെറോ. ഇത് പ്രധാനമായും ഷുഗർ കെയിൻ, കോട്ടൺ മുതലായിട്ടുള്ള ക്രോപ്സിന്റെ കൾട്ടിവേഷൻ ആണ് സ്യൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ആണ് ലിഫ്റ്റ് ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഇറിഗേഷൻ ആണ്. അതായത് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് താഴത്തെ ലെവലിലും അതേപോലെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ലാൻഡ് എന്ന് പറയുന്നത് ഹയർ ലെവലിലുമാണെങ്കിൽ താഴേന്ന് വെള്ളം പമ്പ് ചെയ്ത് വേണം മുകളിലത്തെ ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് വിളിക്കുക. ഇനി ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഇറിഗേഷന് നേർ വിപരീതമാണ്. അതായത് നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഹയർ ലെവലിലും നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ലാൻഡ് എന്ന് പറയുന്നത് ലോ ലെവലിലും ആയിരിക്കും. അപ്പോ മുകളിൽ നിന്നുള്ള വെള്ളം ഗ്രാവിറ്റേഷണൽ ആക്ഷൻ വഴി താഴേക്ക് ഒഴുക്കി വിടുന്ന രീതിയാണ് ഫ്ലോ ഇറിഗേഷൻ. Next question. Scale of chord is used to measure dash from drawings. Option A area, option B length, option C angle, option D volume. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്കെയിൽ ഓഫ് കോഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നമ്മുടെ ആംഗിൾസ് മെഷർ ചെയ്യാനാണ് ഫ്രം ഡ്രോയിങ്സ്. സോ ഓപ്ഷൻ സി ആംഗിൾ. ക്വസ്റ്റ്യൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്നുമാണ്. The temporary structure constructed to support an unsafe foundation is option A shoring, option B underpinning, option C scaffolding, option D timbering. അപ്പോൾ ഓരോ ഓപ്ഷൻസും എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്. സോ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അണ്ടർപിന്നിംഗ് ആണ്. അണ്ടർപിന്നിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷനെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചറിനെയാണ് അണ്ടർപിന്നിംഗ് എന്ന് വിളിക്കുക. ഓപ്ഷനും കൂടി നോക്കാം. ദാറ്റ് ഈസ് ഷോറിംഗ്. ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പയറിംഗ് ചെയ്യാവുന്ന ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രെഞ്ചോ ഉണ്ടെങ്കിൽ അതിനെ കൊളാപ്സ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ടെമ്പററി ആയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് ഷോറിംഗ് എന്ന് പറയുക. ഇനി സ്കഫോൾഡിംഗ് എന്താന്ന് വെച്ചാൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് ഇനി ടിമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്കവേഷൻ ചെയ്യുന്ന ഭാഗമായിട്ട് ട്രെഞ്ചസ് എടുക്കുന്നുണ്ട്. ഈ ട്രെഞ്ചസ് എന്ന് പറയുന്നത് സൈഡിൽ നിന്നും മണ്ണൊലിച്ച് വീഴാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ അങ്ങനെ മണ്ണൊലിച്ച് വീഴാതിരിക്കാൻ വേണ്ടി ട്രെഞ്ചിന്റെ സൈഡിലായിട്ട് ടിമ്പർ പീസസ് കൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെയാണ് ടിമ്പറിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.